നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച കാർ ഇന്നലെ രാത്രി വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് താൻ തന്നെയാണ് കാർ ഓടിച്ചത് നടൻ സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് FIR-ൽ നടൻ്റെ പേരില്ല, അജ്ഞാത വാഹനം ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഒപ്പം മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടരുന്നു. സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ വലിയ കലാപമാണ് മണിപ്പൂരിൽ. അല്പസമയത്തിനകം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ ഒമാനിൽ ആരംഭിക്കുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നിരവധി വാർത്തകളുമായി 9 മണി ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. മണിപ്പൂർ വീണ്ടും അശാന്തം. സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ കുക്കി മേഖലകളിൽ കലാപം. മന്ത്രിസഭയിൽ ചേർന്ന കുക്കി MLA-മാരെ കൊലപ്പെടുത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച സംഘടന. ഉപമുഖ്യമന്ത്രിയെ വകവരുത്തിയാൽ 20 ലക്ഷം പാരിതോഷികം. CJ റോയിയുടെ ആത്മഹത്യാ കാരണം കണ്ടെത്താനാവാതെ SIT. കർണാടക പോലീസിന്റെ സംഘം നാളെ കൊച്ചിയിലേക്ക്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ ഇടപാടുകൾ അന്വേഷിക്കും. നിക്ഷേപകരുടെ പിന്മാറ്റം മാനസിക സമ്മർദ്ദത്തിലാക്കിയോ എന്നതിലും അന്വേഷണം. വഴുതക്കാട് നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച വാഹനം ഇടിച്ച അപകടം. 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. അപകടമുണ്ടായത് രാത്രി ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ബൈക്ക് കാറിലിടിക്കുകയായിരുന്നുവെന്ന് നടൻ. FIR-ൽ നടന്റെ പേരില്ല. എല്ലാ കണ്ണുകളും ഒമാനിലേക്ക്. ഇറാൻ അമേരിക്ക നിർണായക ചർച്ചകൾ അല്പസമയത്തിനകം. പ്രധാന ചർച്ച ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് കടന്നേക്കും. ഭീഷണി ആവർത്തിച്ച് ട്രംപ്. നിതിൻ നബീൻ ഇന്ന് കൊച്ചിയിൽ. BJP ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ സന്ദർശനം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ചർച്ച. വൈകിട്ട് കോർ കമ്മിറ്റി യോഗം. മധ്യകേരളത്തിലൂടെ ജോസ് കെ മാണിയുടെ യാത്ര ഇന്ന് മുതൽ. മുന്നണി മാറ്റ ചർച്ചകളിലൂടെ മങ്ങലേറ്റ കേരള കോൺഗ്രസ് എമ്മിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുക ലക്ഷ്യം. ജോസിനെ ചേർത്ത് നിർത്താൻ CPM-ഉം VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോട്ട് നിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ SIT സംഘം നാളെ കൊച്ചിയിലെത്തും. കേരളത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണം എന്നിവയ്ക്ക് പുറമെ റോയി വിഷാദ രോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണങ്ങളും SIT അന്വേഷിക്കുന്നുണ്ട്. അടുത്തിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചില പ്രോജക്റ്റുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു. പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചതും റോയിയെ പ്രതിസന്ധിയിലാക്കി. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ റോയിയുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഈ ആത്മഹത്യയിലേക്ക് റോയിയെ നയിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. അത് പക്ഷേ SIT സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കുറേ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ഈ റോയി ഉപയോഗിച്ചിരുന്ന ഫോണുകൾ, അത് വളരെ പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷനൊക്കെ അടങ്ങിയ ഫോണുകളായിരുന്നു. അത് തുറക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. മറ്റൊന്ന്, കുടുംബാംഗങ്ങൾ നൽകുന്ന മൊഴി. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോയി ആരോടെങ്കിലും തൻ്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചിരുന്നു എന്ന കാര്യം. ഇതടക്കം നിരവധി പ്രശ്നങ്ങളാണ്, കുരുക്കുകളാണ് അന്വേഷണ സംഘം അഴിച്ചെടുക്കേണ്ടത്. അതിനുള്ള ശ്രമത്തിലാണ് അവർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും ബാഹ്യസമ്മർദ്ദം ഈ മരണവുമായി ബന്ധപ്പെട്ട് റോയിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്ന് പറയുന്നത് റോയിയെ പോലെ ഒരു ബിസിനസ്മാൻ, ഒരു ധനാഢ്യൻ, അദ്ദേഹം നിക്ഷേപം വാങ്ങാതെ എങ്ങനെ ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ആ നിക്ഷേപം നൽകിയ സിനിമാ രംഗത്തെ ഉള്ളവർ അടക്കം റോയിയെ സമ്മർദ്ദത്തിലാക്കിയോ അടുത്ത ദിവസങ്ങളിൽ എന്നുള്ള പ്രധാനപ്പെട്ട രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് അഴിച്ചെടുക്കാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ്. അന്വേഷണം കാര്യമായി നടക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായ ഒരു കാരണത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നമല്ലേ? രഞ്ജിത്ത്, നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കർണാടകയിൽ നിന്നുള്ള SIT സംഘം നാളെ ആയിരിക്കും കൊച്ചിയിലേക്ക് എത്തുക. ചില വിവരങ്ങൾ ഈ റോയിയുടെ കുടുംബത്തിൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പാലാരിവട്ടത്തെ ഓഫീസിൽ നിന്നും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കൊച്ചിയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ IT ഉദ്യോഗസ്ഥരെ നമുക്കറിയാം, കൊച്ചിയിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരായിരുന്നു ഈ റോയിയുടെ ബംഗളൂരുവിലെ ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നത്. അവരായിരുന്നു ഈ റോയിയുടെ മരണസമയത്ത്, ആ റെയ്ഡിന്റെ സമയത്തായിരുന്നു റോയ് ആത്മഹത്യ ചെയ്തത്.
അവരിൽ നിന്നുമൊക്കെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അവർ പ്രധാനമായും അന്വേഷിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് റോയിയുടെ ഓഫീസിലേക്ക് നടത്താനുണ്ടായ കാരണം എന്തെന്നാണ് ആദ്യമായി അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ IT ഓഫീസിലേക്ക് എത്തുക. അവിടെ വെച്ച് ഈ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് എന്തിൻ്റെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്താൻ കാരണം എന്നീ വിവരങ്ങളായിരിക്കും പ്രധാനമായും അവിടെ നിന്ന് ശേഖരിക്കുക. അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പാലാരിവട്ടത്തുള്ള ഓഫീസിൽ, അവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്, അവിടെ എത്തി ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള TA ജോസഫിൻ്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ മൊഴി നേരത്തെ തന്നെ ബംഗളൂരുവിൽ വെച്ച് എടുത്തിരുന്നു. പക്ഷേ കൊച്ചി ഓഫീസിലെത്തി ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ റോയി എപ്പോഴൊക്കെയാണ് ഈ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് എന്നീ കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ ബംഗളൂരിലെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഡയറിക്കുറിപ്പ് മാത്രമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റിടപാടുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ ഉണ്ടാകുമെന്നൊരു നിഗമനത്തിലാണ് SITയും എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നാളെയുള്ള പരിശോധന. ഇതിൽ പ്രത്യേകിച്ച് ഈ വിദേശത്തുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റോയിക്ക് വലിയ ബാധ്യത ഉണ്ടായത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ തുടർന്ന് പല ആളുകളും, അത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, ഇവരൊക്കെ തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചു എന്നാണ് റോയി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ്? ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം നീക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കളിലേക്കുമൊക്കെ അന്വേഷണം നീളാനുള്ളൊരു സാധ്യതയുമുണ്ട്. അവരുടെ മൊഴിയൊക്കെ വിശദമായി രേഖപ്പെടുത്താൻ തന്നെയായിരിക്കും ഈ IT ഇപ്പോൾ SIT സംഘം തീരുമാനിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ റോയി ഈ ഡിപ്രഷന് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു എന്ന് കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. അത് ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലായിരുന്നു വിഷാദ രോഗത്തിന് അദ്ദേഹം. അതായത് ഈ റോയിയെ നിരവധി പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. നമ്മൾ പുറത്ത് കണ്ടിരുന്ന വളരെ സന്തോഷവാനായി വളരെ ആർജവത്തോടെ അഭിമുഖങ്ങളൊക്കെ നൽകിയിരുന്ന ഒരു റോയി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിക്ഷേപം സ്വീകരിച്ചവർ പണം തിരികെ ചോദിച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയിരുന്ന ഒരാളാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഈ ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ അദ്ദേഹത്തിന് മാത്രം ചെന്ന് കയറാൻ പറ്റുന്നൊരു മുറി ഉണ്ടായിരുന്നു. അത് തുറക്കുക, അത് പരിശോധിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യത്തോടെ SIT ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം പൂർണ്ണമായും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടല്ലോ. അതെ, SIT സംഘം ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അവർ കൃത്യമായി പറയുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയിക്ക് മേലുണ്ടായിരുന്നില്ല. ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആദായ നികുതി വകുപ്പും അതോടൊപ്പം തന്നെ EDയും ഈ റോയിയുടെ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ ആയിട്ട് വിവിധ തരത്തിലുള്ള ഒരു പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള രേഖകൾ മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്ന തെളിവുകളടക്കമാണ് ആദായ നികുതി വകുപ്പ് ഈ SITക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന തരത്തിലുള്ള തരത്തിലുള്ള സമ്മർദ്ദം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അത് SIT ഒരു ഭാഗികമായി തന്നെ വിശ്വാസത്തിൽ എടുത്തിരിക്കുകയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ സംശയത്തിലാണ് ആദായ നികുതി വകുപ്പ് ഈ റോയിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്താൻ കാരണമായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നാളെ കൊച്ചിയിലെത്തുന്ന സംഘം ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസിലുമൊക്കെ പരിശോധന നടത്തുക, അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിക്കുക. മറ്റൊന്ന്, റോയിയുടെ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു. 9 പേജുള്ള ഡയറി കുറിപ്പ്. അതിൽ കുടുംബത്തോടടക്കം മാപ്പ് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ വിദേശത്തെ ഇടപാടുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഇൻവെസ്റ്റേഴ്സൊക്കെ പിന്മാറിയത് തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്നു എന്നുകൂടി ആ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ അത്രയും വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള റോയിക്ക് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുടുംബത്തോടോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹപ്രവർത്തകരോടോ ഒന്നും പറയാത്ത തരത്തിലേക്ക് റോയി വലിയ സമ്മർദ്ദത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെയാണ് അവിടെയാണ് പോലീസിന്റെ സംശയം ബാക്കി നിൽക്കുന്നത്. അത് ദൂരീകരിക്കുക എന്നതുകൂടിയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് നാളത്തെ കൊച്ചിയിലെ ഓഫീസിലെ റെയ്ഡിൽ പരിശോധനകൾ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട്
അഴിഞ്ഞ് വീഴാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് SIT എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും നാളെ SIT സംഘം കേരളത്തിലേക്ക് എത്തുകയാണ്, കൊച്ചിയിലെത്തും. അവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും, ജോസഫിനെ അടക്കം ചോദ്യം ചെയ്യും, മൊഴികൾ സ്വീകരിക്കും. അതിനുശേഷമാകും ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത, നിതിൻ നബീൻ. നമുക്കറിയാം BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്രതീക്ഷിതമായി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വന്ന ഒരു നേതാവ് കൂടിയാണ് നിതിൻ നബീൻ. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അനുഭവ പരിചയങ്ങളുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ നിയമസഭാ സീറ്റിലടക്കം കേരളത്തിൽ എണ്ണം കൂട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം കൂടി പുതിയ ദേശീയ അധ്യക്ഷനുണ്ട്. ദേശീയ അധ്യക്ഷനായി ചാർജ് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരികയാണ്. അതാണ് കേരളവും ഒപ്പം തമിഴ്നാടും ബംഗാളും അസമും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ സമയത്തേക്ക് സീറ്റ് നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നിതിൻ നബീൻ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് വേണം മനസ്സിലാക്കാൻ. 2 ദിവസത്തേക്കാണ് അദ്ദേഹം വരുന്നത്. ഇന്ന് വൈകുന്നേരം കോർ കമ്മിറ്റി യോഗമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന നിതിൻ നബീന് വലിയ സ്വീകരണം ഒരുക്കുകയാണ് BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കും, RSS ആസ്ഥാനമടക്കം സന്ദർശിക്കും. നമുക്കറിയാം RSSുമായൊക്കെ വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് നിതിൻ നബീൻ. എന്ത് പ്രതീക്ഷിക്കണം? വലിയ സ്വീകരണ പരിപാടികൾ BJP ഒരുക്കുന്നുവെന്നാണോ? രജിത്ത്, എന്തായാലും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിൽ തന്നെ BJPയും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് BJP ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ ഇന്നും നാളെയുമായി അദ്ദേഹം കൊച്ചിയിലും തൃശ്ശൂരിലുമായിട്ടുള്ള വിവിധ പരിപാടികളിലായിരിക്കും പങ്കെടുക്കുക. എങ്ങനെയെങ്കിലും കേരളം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ സീറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊരു വലിയ ചർച്ചകൾ തന്നെയാണ് BJP യോഗങ്ങളിലൊക്കെ BJPക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1:45 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. നമുക്കറിയാം, അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. 1:45 നെടുമ്പാശ്ശേരിയിലെത്തുന്ന അദ്ദേഹത്തിന് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്വീകരണം നൽകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നെടുമ്പാശ്ശേരിയിലെ താജ് ഹോട്ടലിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം അവിടെ എറണാകുളത്തും ആലപ്പുഴയിലുള്ള 6000-ഓളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ളൊരു യോഗമുണ്ടാകും. അതിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വരുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിൽ കൃത്യമായി നേരിടണം എന്ന ഒരു സന്ദേശം കൂടിയായിരിക്കും അദ്ദേഹം അതിൽ നൽകുക. അതോടൊപ്പം വൈകിട്ട് 5 മണിക്ക് പാലാരിവട്ടം റിനയിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും തുടർന്ന് നടക്കുന്ന NDA യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അതിലായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പത്രസമ്മേളനത്തിനും അത് സംബന്ധിച്ചൊരു സൂചന നൽകിയിരുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൃത്യമായി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ അതിനുള്ള ചർച്ച തന്നെയായിരിക്കും ഇന്നും നടക്കുക. ഏകദേശം സീറ്റുകളിലൊക്കെ ധാരണയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം രാത്രി അദ്ദേഹം RSS പ്രാന്ത കാര്യാലയത്തിലും സന്ദർശിക്കും. നാളെ രാവിലെ അദ്ദേഹം കാലടി ആദിശങ്കര ജന്മഭൂമിയിൽ സന്ദർശനം നടത്തും. അതിനുശേഷം തൃശ്ശൂരിൽ എത്തി പ്രവർത്തകർക്കൊപ്പം ചുവരെഴുത്ത് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. 10:30 തൃശ്ശൂരിലും ഈ നേതാക്കളുമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് BJP ജില്ലാ ഓഫീസിൽ നടക്കുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുത്ത ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും BJP 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു തീരുമാനത്തിലൊക്കെ ആകും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദേശീയ അധ്യക്ഷന്റെ സന്ദർശനവും. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മികച്ച വിജയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാമെന്നൊരു ചർച്ചകൾ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ഒരുക്കങ്ങൾക്ക് വേഗം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ്. ഒരിടവേളയ്ക്ക് ശേഷം
മണിപ്പൂരിൽ സ്ഥിതി സ്ഫോടനാത്മകമായി മാറുകയാണ്. ജനകീയ സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ കുക്കി മേഖലകളിൽ വൻ സംഘർഷം ഉടലെടുക്കുന്നു. ഉപമുഖ്യമന്ത്രി നെംച കിപ്ജൻ അടക്കം മന്ത്രിസഭയിൽ ചേർന്ന 3 MLA-മാരെ കൊലപ്പെടുത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുക്കി സായുധ സംഘങ്ങൾ. നിലവിലെ ഉപമുഖ്യമന്ത്രിയെ വകവരുത്തിയാൽ 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് രാഷ്ട്രപതി ഭരണം നമുക്കറിയാം, ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. അവിടെ അതിനുശേഷം BJP ആലോചിച്ച് കേന്ദ്രത്തിൽ വലിയ ചർച്ചയൊക്കെ നടത്തി 2 സംഘടനകളുടെയും പ്രതിനിധികളെയും വിളിച്ചിരുത്തിയതിനു ശേഷമാണ് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടെ എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതായത് തങ്ങളുടെ ഒപ്പം നിന്നിട്ട് മന്ത്രിസഭയിൽ ചേർന്ന MLA-മാരെ 3 MLA-മാരെ അടക്കം ഊരുവിലക്ക് നടത്തിയിരിക്കുകയാണ് കുക്കി സംഘടനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് സാക്ഷാൽ അമിത്ഷാ നേരിട്ടിടപെട്ടിട്ടും ഈ വിഷയം പരിഹരിക്കാൻ ആകുന്നില്ല. കുക്കി സ്വാധീന മേഖലയായ ചുരാചന്ദ്പൂരിൽ പോലീസിന് നേരെ വ്യാപകമായി കല്ലെറിയുന്ന പശ്ചാത്തലമുണ്ട്. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് സേനയ്ക്ക് സാധിക്കുന്നില്ല. തുടർന്ന് പോലീസ് പിന്തിരിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കുക്കി മേഖലകളിൽ അടച്ചിടലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ കുക്കി മേഖലകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ രാജിവെക്കണം. കുക്കി MLA-മാർ മന്ത്രിസഭയിൽ ചേർന്നവർ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ്. ഒപ്പം സ്വയംഭരണ പ്രദേശം അനുവദിക്കണമെന്ന നിലപാടിൽ കുക്കികളിലെ വലിയൊരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കേണ്ടത്. രാഗേഷ്, വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മണിപ്പൂർ കടക്കുകയാണ്. 1 വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണം, നിരവധി സംഘർഷങ്ങൾ, കലാപങ്ങൾ, മരണങ്ങൾ, അതിനുശേഷം ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ പുതിയ സർക്കാർ, പുതിയ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നു. അവിടെയും പരിഹാരമാകാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്? രഞ്ജിത്ത്, 2023 മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. മെയ്തൈ വിഭാഗവും ഒപ്പം തന്നെ കുക്കി വിഭാഗങ്ങളും തമ്മിലായിരുന്നു ഈ കലാപം ഏറ്റുമുട്ടൽ നടന്നത്. 260 പേർ കൊല്ലപ്പെട്ടു, നൂറുകണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഗുരുതരമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു മണിപ്പൂർ. അതിനിടയിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഫെബ്രുവരി 9 രാജിവെച്ചു. അദ്ദേഹം ഈ സംഘർഷ നാളുകളിലൊക്കെ തന്നെ വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മെയ്തൈ വിഭാഗത്തിലുള്ള നേതാവായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളൊക്കെ തന്നെ പല ഘട്ടത്തിൽ വിമർശന വിധേയമായിരുന്നു. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധം ശക്തമാവുകയും പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. പിന്നീട് 1 വർഷം രാഷ്ട്രപതി ഭരണത്തിലൂടെയാണ് മണിപ്പൂർ കടന്നുപോയത്. ആദ്യം ഫെബ്രുവരി 13 രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ അതിൻ്റെ കാലാവധി 6 മാസം കൂടി നീട്ടി. ഇപ്പോൾ ഈ വരുന്ന 13 വീണ്ടും രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കുന്ന തൊട്ടു മുമ്പാണ് അവിടെ പുതിയ സർക്കാർ അധികാരമേറ്റത്. നേരത്തെ തന്നെ ചർച്ചകൾ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖേംചന്ദ് മുഖ്യമന്ത്രിയായിക്കൊണ്ട്, മെയ്തൈ വിഭാഗത്തിലുള്ള നേതാവാണ് അദ്ദേഹം, മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി ഉണ്ട്. ഈ ഉപമുഖ്യമന്ത്രി കുക്കി വിഭാഗത്തിനുള്ള നേതാവാണ് നെംച കിംകെൻ എന്ന് പറയുന്ന വനിതാ നേതാവ്. സ്വാഭാവികമായും അവരും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മണിപ്പൂർ ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവർ 2 കുക്കി വിഭാഗത്തിലുള്ള മറ്റ് 2 MLA-മാർക്കൊപ്പം ഇംഫാലിലെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിട്ടുള്ളത്. നേരത്തേക്ക് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ആണെങ്കിൽ ഇപ്പോൾ സ്വന്തം വിഭാഗത്തു നിന്നുള്ള MLA-ക്കും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാർക്കെതിരെയുമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. അതിൻ്റെ കാരണം മെയ്തൈ വിഭാഗത്തിലുള്ള നേതാവാണ് മുഖ്യമന്ത്രി. മാത്രവുമല്ല, ഈ സർക്കാരിൽ ഇപ്പോൾ ഭാഗമായതിനാണ് കുക്കി സംഘടനകൾ വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം സ്വയംഭരണം വേണം, ഇംഫാലിലാണ് നിലവിൽ തലസ്ഥാനം. അപ്പോൾ ഇംഫാലിൽ നിന്ന് മാറി ഒരു സ്വയംഭരണം വേണമെന്നൊക്കെ ആവശ്യം കുക്കികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇംഫാൽ താഴ്വര എന്ന് പറയുന്നത് മെയ്തൈ വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. അതിൽ നിന്ന് മാറി കുക്കികൾക്ക് സ്വയംഭരണം എന്നൊരു ആവശ്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി അവകാശങ്ങൾ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് തീരുമാനമാകുന്നതുവരെ സർക്കാരിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാട് കുക്കി സംഘടനകൾ സ്വീകരിച്ചിരുന്നു. അത് ചെവിക്കൊള്ളാതെ അധികാരത്തിൻ്റെ ഭാഗമായി അതിനെയാണിപ്പോൾ വലിയ തോതിൽ വിമർശനവും ഒപ്പം തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഷേധവുമായി തന്നെ കുക്കി സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സംശയം മറ്റൊന്നുമല്ല, ഈ ഡൽഹിയിൽ നടന്ന നിർണായകമായ പല ചർച്ചകളും നടന്നിരുന്നുവല്ലോ. ഈ ചർച്ചകളിലൊക്കെ കുക്കി വിഭാഗത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ കൂടി ആവശ്യപ്രകാരമാണ് അവരുടെ MLA-മാരെ അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതുമൊക്കെ. അത് അവർക്ക് സമ്മതമല്ലാതിരിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? അതിലെ ഈ കുക്കികളിൽ തന്നെ ഒരു വിഭാഗമാണോ ഇപ്പോൾ ഇത്തരം തീരുമാനങ്ങളെ എതിർക്കുന്നത്?
രഞ്ജിത്തെ, പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുക്കീസോ കൗൺസിൽ പ്രധാനപ്പെട്ട കുക്കീസ് സംഘടനയാണ്. അവർ ഏതായാലും ഇത്തരത്തിൽ MLA-മാരെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ടാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സർക്കാരിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഗ വിഭാഗത്തിന് ഉപമുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം തന്നെ കുക്കി വിഭാഗത്തിന് ഉപമുഖ്യമന്ത്രി, മെയ്തേ വിഭാഗം അവിടെ ഭൂരിപക്ഷമാണ്. അതിൽ നിന്ന് നേരത്തെ ബിരേൻ സിംഗും മെയ്തേ വിഭാഗമായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്ന ഖേംചന്ദും മെയ്തേ വിഭാഗമാണ്. പക്ഷേ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ അങ്ങനെയല്ല, പഴയ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് കുക്കി വിഭാഗത്തിൻ്റെ സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ചുരാചന്ദ്പൂരാണ്, കുക്കികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഒപ്പം തന്നെ കാങ്പോക്പി, അവിടെയും വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട്. പെർസാവലിലും വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട്. അങ്ങനെ കുക്കി ഭൂരിപക്ഷ മേഖലകൾ ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറുണ്ടായി, ചിലയിടങ്ങളിൽ ടയർ കത്തിച്ചുകൊണ്ടും റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ നടന്നു. അങ്ങനെ പഴയ നിലയിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ ഏതായാലും വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. സുരക്ഷാ സേനയെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ബഹിഷ്കരണ ആഹ്വാനവും ചില സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും MLA-മാരെ ബഹിഷ്കരിക്കുക എന്ന അടക്കമുള്ള ആഹ്വാനങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായും ഒരു അയവിന് അല്ലെങ്കിൽ പ്രശ്നത്തെ പെട്ടെന്ന് പരിഹരിക്കുക വലിയ സങ്കീർണമായ കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് സംസ്ഥാനത്തിൻ്റെ നീക്കം. കേന്ദ്രവുമായി നിരന്തരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, സമ്പൂർണ്ണ അടച്ചുപൂട്ടലിന് ഒരു സംഘടന ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. JF7 എന്ന് പറയുന്ന ജോയിൻറ്റ് ഫോറം ഓഫ് 7 എന്ന് പറയുന്ന കുക്കി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഘടനയാണ്. അവരാണിപ്പോൾ താഴ്വര അടച്ചുപൂട്ടലിനുള്ള ഒരു ആഹ്വാനം ഇപ്പോൾ ഈ ഘട്ടത്തിൽ. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് വരുന്നത് ബംഗാളിൽ നിന്നാണ്. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ, അതായത് ഇടതുപക്ഷവുമായുള്ള സഖ്യത്തിന് കൈ കൊടുക്കാതെ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. അതായത് ബംഗാളിലെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. ആ യോഗത്തിന് പിന്നാലെയാണ് ഈ തീരുമാനമെടുക്കുന്നത്. നമുക്കറിയാം, പലതവണ ഇടതുപക്ഷവുമായി സഖ്യത്തിൽ മത്സരിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് കോൺഗ്രസ് ബംഗാളിൽ. പക്ഷേ ഈ സഖ്യം കൊണ്ടൊന്നും കോൺഗ്രസിന് പാർട്ടിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുതിയ സംസ്ഥാന നേതൃത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വോട്ടിൻ്റെയും സീറ്റിൻ്റെയും എണ്ണത്തിലൊക്കെ ഒരു സീറ്റ് പോലും ലഭ്യമായതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങിയത് ഈ സഖ്യമാണ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇടത് സഖ്യം അതുകൊണ്ട് വേണ്ട എന്ന് മാത്രമാണ് ഇപ്പോൾ തീരുമാനം. അതായത് ഒരു മൂന്നാം ബദൽ മമതയ്ക്കും BJPക്കുമെതിരെ രൂപവൽക്കരിക്കുന്നതിൽ അതൊരു ആശയക്കുഴപ്പം ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. സഖ്യങ്ങൾ പലപ്പോഴും പരാജയമായ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ പല ചർച്ചകൾ പാർട്ടിയിൽ നടന്നു. ഏറ്റവും ഒടുവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങി വരികയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സഖ്യങ്ങളെ ആശ്രയിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ തകർത്തുവെന്നാണ് ഇവരുടെ വാദം. സഖ്യങ്ങൾ കാരണം ബംഗാളിലെ 2 മണ്ഡലങ്ങളിലും പാർട്ടിയുടെ ചിഹ്നത്തിലോ പതാകയിലോ വോട്ടുയർത്താൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട് എന്നും പാർട്ടി വിലയിരുത്തുന്നു. പാർട്ടിയുടെ ദീർഘകാല വളർച്ചയ്ക്ക് ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് നല്ലതെന്നും ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ കണക്കൊക്കെ ഉണ്ട്. അതായത് 96-ൽ 288 സീറ്റുകളിൽ മത്സരിച്ച് 82 സീറ്റുകൾ നേടിയ ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അത് പിന്നീട് 2021-ൽ ഇടതുപക്ഷവുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ ഒരു സീറ്റ് പോലും നേടാനാകാത്ത പശ്ചാത്തലത്തിലേക്ക് 0 ഒതുങ്ങിയിരുന്നു. അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഒപ്പം ഇടതുപക്ഷത്തും സമാനമായ ചിന്തയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് ഒരു ബാധ്യതയാണ് എന്ന് ചില ഇടനേതാക്കൾ പരസ്യമായി പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് 2016-ൽ ഇടതുപക്ഷത്തിന് 20% വോട്ടുകൾ ഉണ്ടായിരുന്നു, വോട്ട് വിഹിതമുണ്ടായിരുന്നു. 2021-ൽ അത് വെറും 4.71% കുറഞ്ഞു. ഈ വോട്ടുകൾ വലിയ തോതിൽ നമുക്കറിയാം BJPയിലേക്കാണ് ഒഴുകിപ്പോയത്. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ ക്രമാനുഗതമായി ഒരു പുരോഗതി ഉണ്ടാകാൻ ഈ സഖ്യം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. രാകേഷ് വിവരങ്ങൾ ചേരും. ബംഗാളിൽ ഇടത് വേണ്ട, ഒറ്റയ്ക്ക് വളരുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ്. ഈ തീരുമാനം അവരെ തെരഞ്ഞെടുപ്പിൽ എന്ത് ഗുണം ചെയ്യും എന്നുള്ള സംശയം കൂടി ഉണ്ട്. എങ്കിൽ പോലും ഈ സഖ്യം ആയി മത്സരിച്ച് 0 സീറ്റ് നേടുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് എന്നാണല്ലോ. രഞ്ജിത്ത്, 2 ദിവസം മുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ ഏതായാലും കോൺഗ്രസും
അത്തരം നിലപാടിലേക്ക് പോവുകയാണ്. ഇന്നലെ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ ബംഗാളിൽ നിന്നുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ ബംഗാളിൻ്റെ ചുമതലയുള്ള നേതാവായ ഗുലാം അഹമ്മദ് മീർ, ഒപ്പം തന്നെ ബംഗാളിൽ നിന്നുള്ള നിലവിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിലാണ് ഏതായാലും ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ പുനരുജ്ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ സഖ്യത്തിൻ്റെയോ ഭാഗമായി മത്സരിച്ചത് കൊണ്ട് കാര്യമില്ല. പാർട്ടിക്ക് സംഘടന ഉണ്ടാകണമെങ്കിൽ അത് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടാണ് സംസ്ഥാന നേതാക്കൾ കൈക്കൊണ്ടത്. അതിന് അനുകൂലമായൊരു നിലപാടിപ്പോൾ AICC നേതൃത്വം കൂടി നൽകുകയായിരുന്നു. അങ്ങനെയാണിപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കും, അതായത് 294 അംഗ നിയമസഭയാണ്, അതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യം, ദീർഘകാലമായി പ്രവർത്തകരുടെയൊക്കെ തന്നെ ആവശ്യമാണ് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത്. കാരണം അവരുടെ മനോവീര്യം തകർക്കുന്നതാണ് ഇടതു പാർട്ടികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറു പാർട്ടികളുമായുള്ള സഖ്യം. ഏതായാലും നിലവിൽ കഴിഞ്ഞ തവണ പാർട്ടിക്ക് മത്സരിച്ച് നേടാൻ കഴിഞ്ഞത് ഒറ്റ സീറ്റും നേടാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചാലും അതിൽ കൂടുതൽ വലിയ തിരിച്ചടിയൊന്നും ലഭിക്കാനില്ല. ഇതാണിപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ബംഗാൾ ഇത്തവണ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, മുഖ്യ പ്രതിപക്ഷമായ BJP ഉണ്ട്, CPM നയിക്കുന്ന ഇടതു പാർട്ടികളുണ്ട്, ഒപ്പം കോൺഗ്രസ് കൂടി വരുമ്പോൾ അവിടെ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ബംഗാൾ മാറുകയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011 മമതാ ബാനർജി അവിടെ അധികാരത്തിൽ വരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളുടെ സഖ്യമായാണ് മത്സരിച്ചിരുന്നത്. 2016 ഇടതു പാർട്ടികളും കോൺഗ്രസും സഖ്യമായി മത്സരിച്ചു. അതിൽ പക്ഷേ കോൺഗ്രസ് നേട്ടമുണ്ടായി. ഇടതു പാർട്ടികൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ സഖ്യം കോൺഗ്രസിന് അന്ന് വലിയ തോതിൽ ഗുണം ചെയ്തു. കാരണം കോൺഗ്രസിന് അന്ന് ഏതാണ്ട് 44 സീറ്റ്, 92 സീറ്റിലാണ് അവർ മത്സരിച്ചത്. 44 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ഏതാണ്ട് 12% വോട്ടുകൾ നേടാനും സാധിച്ചു. പക്ഷേ കഴിഞ്ഞ തവണയും അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. ഇടതു പാർട്ടികൾക്കും ഒറ്റ സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ല, കോൺഗ്രസിനും ഒറ്റ സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ല. കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം ഏതാണ്ട് 3% താഴ്ന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും CPM ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. CPM വ്യക്തമാക്കുന്ന കാര്യം, കോൺഗ്രസ് ഒരു സഖ്യത്തിന് തയ്യാറാകുമെന്ന് കണക്കുകൂട്ടിയിരുന്നില്ല എന്ന പ്രതികരണം CPM നടത്തുന്നു. കാരണം പലപ്പോഴായി തൃണമൂൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിന് ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിന് ഇല്ല എന്നൊരു നിലപാടിലേക്ക് CPM ഇപ്പോൾ അത്തരം പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ബംഗാളിലും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് എത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. ഇടത് സഖ്യം ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഒപ്പം കേരളത്തിലടക്കം ഈ വിഷയം വലിയ പ്രചരണായുധമാക്കും BJP എന്നുള്ള ബോധ്യവും കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് വാർത്തകളിലേക്ക് വരാം. നിരവധി വാർത്തകളുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ചയുണ്ട്. മണിയമ്പിള്ള രാജു തിരുവനന്തപുരത്ത് നടത്തിയ അപകടം, ആക്സിഡന്റിൽ 2 ചെറുപ്പക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റതുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇറാൻ അമേരിക്ക നിർണായക ചർച്ചകൾ ഇന്ന് മസ്കറ്റിൽ നടക്കും. ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ടെഹ്റാന്റെ മിസൈൽ ആയുധ ശേഖരം ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ആണവ പദ്ധതി മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ഖമേനി പേടിക്കണം എന്ന് ട്രംപിൻ്റെ അന്ത്യശാസനം വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടാമതൊരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ജൂണിൽ പ്ലാന്റുകൾ തകർത്തതിന് ശേഷമുള്ള രണ്ടാമതൊരു ആക്രമണത്തിലേക്ക് പോയേക്കാം എന്നുള്ള സൂചനകളും മറ്റും ട്രംപ് നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഈ മിസൈലുകൾ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങളൊക്കെ ഇറാൻ നിർത്തലാക്കുമോ എന്നുള്ളതാണ്. ആണവ ചർച്ചകൾക്ക് തയ്യാറായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന മറ്റ് പല ഡിമാൻഡുകളിലും ഇറാൻ്റെ തീരുമാനം എന്തായിരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, മസ്കറ്റിൽ അല്പസമയത്തിനകമാണ് ചർച്ചകൾ ആരംഭിക്കുക. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കം ഈ ചർച്ചകളുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആക്രമണത്തിന് ഇപ്പോഴും തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപിൻ്റെ മുന്നിലേക്കാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിലേക്കാണ് ചർച്ചയ്ക്ക് ഇറാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം.
രഞ്ജിത്ത്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും സംഭവിക്കാമെന്ന പശ്ചാത്തലത്തിലാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ചർച്ച നിർണായകമാകുന്നത്. ഒമാനിലെ മസ്കറ്റിൽ 10 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. ദീർഘനാളായി ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. എവിടെ വെച്ചാണ് ചർച്ച നടത്തുക, എപ്പോഴാണ് ചർച്ച, ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുക, ഇതിൽ ആയിരുന്നു അനിശ്ചിതത്വം. ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നും പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ സമ്മർദ്ദത്തെ തുടർന്നുമാണ് ഒമാനിൽ ചർച്ച നടത്താം എന്ന തീരുമാനത്തിലേക്ക് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിയിട്ടുള്ളത്. ഇനി മാറ്റങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അല്പസമയത്തിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ ചർച്ച ആരംഭിക്കും. അതേസമയം ചർച്ച ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയെ പേടിക്കേണ്ടി വരും എന്ന പരാമർശം ആയിരുന്നു ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് ഇറാനെ ആക്രമിക്കുമെന്നും അങ്ങനെ ഖമനേയുടെ ജീവൻ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് ഇറാനും കടുത്ത ഭാഷയിൽ തന്നെയാണ് അമേരിക്കയ്ക്ക് മറുപടി നൽകിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ യുദ്ധ നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും ഇറാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക മാത്രമായിരിക്കുക അല്ല, മറിച്ച് ഇനി തിരിച്ചടിക്കുക കൂടി ചെയ്യും എന്ന് ഇറാന്റെ സൈനിക മേധാവി വ്യക്തമാക്കി. അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ ഇറാൻ തീരത്ത് നങ്കൂരമിടുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയെ ആക്രമിക്കും, ഒപ്പം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും സൗഹൃദ രാഷ്ട്രങ്ങളെയും ആക്രമിക്കും എന്നും ഇസ്രായേൽ ഉൾപ്പെടെ ആക്രമണം നടത്തും എന്നും തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കാനിരിക്കെ പോലും വിഷയങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതായത് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മാത്രമാണ് ഇറാൻ ഒരുക്കമെന്നും. അഭിലാഷ്, ഇപ്പോൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നിർണായകമായ ചർച്ചയാണ്. ഇതിനിടയിലും ഇന്നലെ രാത്രി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരു അറ്റാക്കിന് തയ്യാറായിക്കൊള്ളാൻ. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായിട്ടുമില്ല. അതാണല്ലോ ഇതിൻ്റെ തടസ്സം. ഇവിടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ ആശയമാണ്. ചർച്ചയാകാം, പക്ഷേ ചർച്ചയുടെ പരിധി തങ്ങൾ തന്നെ നിശ്ചയിക്കും. ആണവ വിഷയമാണ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നത് എങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം ആണവ സാമഗ്രികൾ ഇറാനിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഒരുപക്ഷെ സമ്മതം മൂളാനിടയില്ല. അല്ലാതെ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറച്ചുകൊണ്ടുവരിക എന്ന ഒറ്റ അജണ്ട ഐറ്റം അല്ലാതെ മറ്റ് വിഷയങ്ങൾ ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. അതേസമയം അമേരിക്കയെ ഏറ്റവും അലോസരപ്പെടുത്തുന്നത് ഇസ്രയേല് സംരക്ഷണം ഒരുക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ശബ്ദാതിവേഗ മിസൈലുകളും ഉൾപ്പെടെയുള്ള ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ കുറവ് വരുത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട അജണ്ട ഐറ്റത്തിൽ ഒന്നാണ്. അത് മാത്രമല്ല, അമേരിക്ക ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്നതാണ്. അത് മറ്റ് GCC രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും എല്ലാം തന്നെ ആഗ്രഹമാണ്. ചർച്ചയിൽ ഏതായാലും ഒരു ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമ്പോൾ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അമേരിക്കയുടെ ഏജന്റ് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും എല്ലാം ചേർന്ന ചർച്ചയിൽ ഒരിക്കലും ഭരണകൂടം മാറുക എന്ന വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാനാവില്ല. പക്ഷേ ആത്യന്തികമായി ഭരണകൂടമാണ് മാറേണ്ടത് എങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴി ഇല്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ആണവ ചർച്ചയിൽ തട്ടി അത് വഴിമുടങ്ങുന്നു എന്ന പൊതുധാരണ ഉണ്ടാവുകയും അതേസമയം മറ്റു ഓപ്ഷൻ അമേരിക്ക തേടുകയും ചെയ്യുക എന്നതാണ് മുമ്പിലുള്ള ഒരു കാര്യം. ഇപ്പോൾ രണ്ട് ഭാഗത്തും പ്രകോപനപരമായ പ്രസ്താവനകൾ തന്നെയാണ് ചർച്ചയുടെ അവസാനം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചർച്ചകൾ അവിടെ തുടങ്ങും. ഒമാൻ സമയം 10 മണിക്ക് അവിടെ ചർച്ച തുടങ്ങും എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഏകദേശ ധാരണയുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയൊന്നും ഇരുപക്ഷത്തും ഇല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് ശേഷം അടുത്ത ചർച്ചയ്ക്ക് വേണ്ടിയുള്ള പുതിയ തീരുമാനങ്ങളുമായി കുറച്ചുകൂടി സമയം നീട്ടിയെടുക്കാം എന്നത് മാത്രമാകാം ഒരുപക്ഷെ പ്രതീക്ഷ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല ഇന്നത്തെ ചർച്ചയെ കാണുന്നത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. വലിയ പ്രതീക്ഷ വേണ്ട. പക്ഷെ അപ്പോഴും യുദ്ധത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ഈ ചർച്ചകൾ വഴിവെക്കുമോ എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം അമേരിക്കയുടെ പല ആവശ്യങ്ങളും ഇറാൻ അംഗീകരിക്കുമോ എന്നതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അഭിലാഷ്, ഈ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ എന്താണ് ആത്യന്തിക ഫലമെന്നുള്ളത് പ്രധാനമാണ്. അത് ഈ തരത്തിൽ കടുംപിടുത്തങ്ങൾ അയാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അമേരിക്കയും. അവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മധ്യസ്ഥ ശ്രമമാണ് ആകെയുള്ളൊരു പ്രതീക്ഷ, അല്ലേ?
രഞ്ജിത്ത്, തീർച്ചയായും ഈ വിഷയങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ ഭരണകൂടത്തിനെതിരായ വികാരം അതിശക്തമാണ്. ആ ഭരണകൂട വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുകയാണ് എന്ന് യുദ്ധസമാനമായ തരത്തിലാണ് ഈ പ്രതിഷേധക്കാരെ നേരിടുന്നത് എന്നതുമാണ് അമേരിക്കയുടെ ആരോപണം. 6400-ലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടുവെന്നും അതിൽ 120-ലധികം കുട്ടികളുണ്ട് എന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇന്റർനെറ്റ് ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് ഇറാനിൽ എന്താണ് നടക്കുന്നത് എന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ഇപ്പോഴുണ്ട് എന്ന് അമേരിക്ക പറയുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആരോപണം എന്നത് പല വിമത ഗ്രൂപ്പുകളെയും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് സൈനികമായും സാമ്പത്തികമായും സഹായം ചെയ്യുന്നത് ഇറാൻ ആണ് എന്നാണ്. അതിലെടുത്തു പറയുന്നത് ലെബനോനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും അതോടൊപ്പം തന്നെ യമനിലെ ഹൂതി വിഭാഗരും ഉൾപ്പെടുന്ന ഈ വിമത സംഘത്തെയാണ്. അവർക്ക് നൽകുന്ന സഹായം അടിയന്തരമായി നിർത്തലാക്കണം. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി വരുമെന്നും അതുകൂടി ചർച്ച ചെയ്യണം എന്നുമുള്ളതുമാണ് വിഷയങ്ങളിൽ പ്രധാനമായും ഇപ്പോൾ അമേരിക്ക ഊന്നുന്നത്. എന്നാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അതായത് ഇറാനിൽ നടക്കുന്ന ആഭ്യന്തരമായ പ്രതിഷേധങ്ങൾ അത് ഇറാൻ്റെ ആഭ്യന്തര വിഷയമാണ് എന്നും ഒപ്പം മറ്റ് രാജ്യങ്ങളോട് എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നത് അത് ഇറാൻ്റെ തന്നെ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടാണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം US വിദേശകാര്യ സെക്രട്ടറി കൂടിയായിട്ടുള്ള മാർക്ക് റൂബിയോ വ്യക്തമാക്കുന്നത് ഈ വിഷയങ്ങളിലടക്കം, അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളിലും അടക്കം ചർച്ചകൾക്ക് തയ്യാറായാൽ മാത്രമായിരിക്കും അമേരിക്ക പിന്മാറുക എന്നാണ്. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരണം വളരെ പെട്ടെന്ന്, ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരത്ത് വഴുതക്കാട് ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു അപകടം, അത് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബ് കൂടിയാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. അതിന് മുന്നിൽ ഉണ്ടായിരുന്ന അപകടം, അതിൽ 2 ചെറുപ്പക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ വണ്ടി ഓടിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ ഓടിച്ചിരുന്ന ആൾ വണ്ടി പെട്ടെന്ന് ഓടിച്ചു പോവുകയായിരുന്നു, ആളെ തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് നടൻ മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു സുധീർ കുമാറിൻ്റെ പേരുള്ള വണ്ടിയാണ് എന്ന് ആദ്യം പോലീസ് കണ്ടെത്തുന്നു. പിന്നീടാണ് നടൻ മണിയമ്പിള്ള രാജു ആണ് ഈ സുധീർ കുമാർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. നടൻ ഈ വിവരം മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു, താൻ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നത്. ആ സമയത്ത് ഒരു ഭയം കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഓടിച്ചു പോയതെന്നും തന്നെ ഇങ്ങോട്ട് വന്ന് വണ്ടി 2 വീലർ ഇടിക്കുകയായിരുന്നു എന്നുമാണ് മണിയമ്പിള്ള രാജു വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മണിയമ്പിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനായി എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മ്യൂസിയം സ്റ്റേഷനിലാണ് അദ്ദേഹം ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഇട്ട എഫ്ഐആറിൽ അജ്ഞാത വാഹനം ഇടിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. മണിയമ്പിള്ള രാജുവിൻ്റെ പേര് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ പങ്കുവെക്കുന്നു, മൊഴി നൽകുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ 2 യുവാക്കളാണ്. ഇവർ രണ്ടുപേരും 2 ആശുപത്രികളിലായി, ഫോർട്ട് ആശുപത്രിയിലടക്കം ചികിത്സയിലാണ്. ഒരാൾക്ക് കാലൊടിഞ്ഞു എന്നുള്ള വിവരം കൂടിയുണ്ട്. ഒരാൾക്ക് നടുവിന് കാര്യമായി പരിക്കേറ്റ പശ്ചാത്തലം കൂടിയുണ്ട്. പരിക്കേറ്റവരിൽ ഒരാൾ കിംസിലും മറ്റൊരാൾ SP ഫോർട്ടിലും മെഡിഫോർട്ടിലും ചികിത്സയിലാണ്. മണിയമ്പിള്ള രാജുവിൻ്റെ പേര് ആദ്യം രേഖപ്പെടുത്താതിരുന്നത്, അതായത് വാഹനത്തിൻ്റെ നമ്പർ മാത്രം ഉൾപ്പെടുത്തിയുള്ള FIR പുറത്തു വന്നതും വിവാദമായ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. ഹിറ്റ് ആൻഡ് റൺ, അതിന് വളരെ വ്യക്തമായി തന്നെ വകുപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ എടുക്കേണ്ടി വരും. മണിയമ്പിള്ള രാജുവിനൊപ്പം അവിടുത്തെ പ്രധാന പൗരപ്രമുഖരൊക്കെ സ്റ്റേഷനിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിയമപരമായ വഴികൾ ഏതായാലും പോലീസിന് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡാന്, മണിയമ്പിള്ള രാജുവിനെ സംബന്ധിച്ച് കഴിഞ്ഞു താനാണ് വാഹനം ഓടിച്ചത് എന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വാഹനത്തെ ഇടിച്ചതിന് ശേഷം കടന്നു കളയുക എന്നുള്ളത് വലിയൊരു കുറ്റം തന്നെയാണ്. അദ്ദേഹം സമ്മതിക്കുന്നുണ്ടോ ആ തരത്തിൽ? രഞ്ജിത്ത്, അദ്ദേഹം പറയുന്നത് ഭയചകിതനായി അദ്ദേഹം പെട്ടെന്ന് വാഹനം ഓടിച്ച് ജവഹർ നഗറിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നാണ്. അതായത് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മണിയമ്പിള്ള രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്ന നടപടികൾക്കായി ഇവിടെ എത്തിയതാണ്. സ്റ്റേഷനിൽ ഹാജരായ ശേഷം മണിയമ്പിള്ള രാജു പുറത്തേക്ക് വരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ പ്രതികരിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പുറത്ത് വെച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് മണിയമ്പിള്ള രാജു മാധ്യമങ്ങളെ കാണും.
അദ്ദേഹത്തിന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി വാഹനം പുറത്തേക്ക് എടുത്തപ്പോൾ ഉണ്ടായൊരു അപകടം എന്ന തരത്തിലാണ് അദ്ദേഹം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പോലീസിനോടടക്കം ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. താൻ ഭയപ്പെട്ട് പിന്മാറുകയായിരുന്നു എന്ന് പറയുന്നു. മ്യൂസിയം എസ്ഐയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് വാഹനത്തിൽ തന്നെ കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധനയ്ക്കായി അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹം പോലീസ് വാഹനത്തിലേക്ക് മണിയൻപിള്ള രാജുവിനെ കയറ്റുന്നു. നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും ഇപ്പോൾ തയ്യാറായിട്ടില്ല. പോയി വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നു. പോലീസ് വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണല്ലോ പ്രധാനം. ആദ്യ എഫ്ഐആറിൽ പ്രതിയായിരുന്നില്ല, ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ടോ? അത് ഒരുപക്ഷെ അപ്ഡേറ്റ് ചെയ്ത് അല്പസമയത്തിനകം പുതിയ എഫ്ഐആർ വരുമായിരിക്കും. എന്തായാലും അദ്ദേഹം കുറ്റം സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചയാണ് എന്ന് മണിയൻപിള്ള രാജു പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില പ്രമുഖർക്കൊപ്പമാണ് അദ്ദേഹം ഇവിടേക്ക് മറ്റൊരു വാഹനത്തിൽ മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാകാൻ എത്തിയത്. അതായത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഈ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കയ്യബദ്ധം സംഭവിച്ചതാണ്. വാഹനം നിർത്താതെ പോയത് അദ്ദേഹം ആയതിനാലാണ് എന്ന തരത്തിലുള്ള മൊഴിയാണ് അദ്ദേഹം പ്രാഥമികമായി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വാഹനത്തിൽ മണിയൻപിള്ള രാജുവുമായി മ്യൂസിയം പോലീസിൻ്റെ വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു. അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം പ്രതികരണം നടത്താമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, ജവഹർ നഗറിലെ വസതിയിലേക്ക് പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ എതിർദിശയിൽ വന്ന ഒരു ബൈക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനം വളരെ വേഗതയിലായിരുന്നു വാഹനം വന്നതെന്നാണ് ദൃക്സാക്ഷികളൊക്കെ നൽകുന്ന വിവരം. ആ വാഹനം ഈ യുവാക്കളെ ഇടിച്ചിടുകയായിരുന്നു. നിവേദിത് കൃഷ്ണ, സൂരജ് എന്നീ 2 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. വാഹനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ പരിക്കേറ്റവർക്ക് ഒരാളുടെ കാലിനും ഒരാളുടെ കഴുത്തിനുമാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ 2 പേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ആദ്യഘട്ടത്തിൽ മണിയൻപിള്ള രാജു നടത്തിയ പ്രതികരണം ഈ വാഹനം തൻ്റെ വാഹനത്തിന് പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ പിന്നീട് അങ്ങനെയല്ല കാര്യങ്ങൾ. മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമാണ് ഈ ബൈക്കിൽ ഇടിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും മ്യൂസിയം പോലീസ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിശദമായ മൊഴിയൊക്കെ രേഖപ്പെടുത്തും, അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 281 സെക്ഷൻ 281 അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ 124 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ 2 വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് 134A 134B ഈ വകുപ്പുകൾ ചുമത്തിയാണ് മണിയൻപിള്ള രാജുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എഫ്ഐആറിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മണിയൻപിള്ള രാജുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എഫ്ഐആറിൽ ചേർത്ത് പുതിയ എഫ്ഐആർ വന്നേക്കും. നിലവിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം വാഹനം ഇടിച്ചിട്ട ശേഷം അദ്ദേഹം ഭയപ്പെട്ടത് മൂലമാണ് അത് നിർത്താൻ കഴിയാതെ മുമ്പോട്ട് പോയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിക്കാമെന്ന് പറഞ്ഞാണ് മണിയൻപിള്ള രാജുവുമായി മ്യൂസിയം പോലീസ് അല്പസമയം മുമ്പ് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മണിയൻപിള്ള രാജു സമ്മതിച്ചു കഴിഞ്ഞു താനാണ് കുറ്റം ചെയ്തത് എന്ന കാര്യം. അതടക്കം അന്വേഷിക്കും. ഇനിയിപ്പോൾ പ്രതി ചേർക്കുക എന്നുള്ള പ്രൊസീജിയറുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുക. നിയമപരമായ നടപടികൾ, ഹിറ്റ് ആൻഡ് റൺ കേസാണ്. നിയമപരമായ നടപടികൾ മണിയൻപിള്ള രാജു ഏറ്റുവാങ്ങേണ്ടി വരും. ഇപ്പോൾ അതിന് മുൻപ് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരായതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ വേണ്ട ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെ എന്നെ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTVയിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് നടക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പെർഫ്ലക്സിലായി. ഉടനെ ഞാൻ കുട്ടിയോട് ഒരു ആക്സിഡൻറ്റ് നടത്തിയിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങി എനിക്ക് ഇറങ്ങാൻ വയ്യാതെ. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം, വയ്യാത്ത ആളാണ്.
എന്നെ കൊണ്ട് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട. കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാതെ നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. കാര്യങ്ങൾ പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. ശരി. അതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. ഏതായാലും മണിയമ്പിള്ള രാജു നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും. മറ്റു വാർത്തയിലേക്ക് പോകണം. ജോസ് കെ മാണി നയിക്കുന്ന ഇടതുമുന്നണിയുടെ മധ്യമേഖല യാത്ര ഇന്നു മുതൽ. ജോസിന്റെ മുന്നണി മാറ്റൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ നടക്കുന്ന യാത്രയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. മുന്നണി മാറ്റ ചർച്ചകളിലൂടെ മങ്ങലേറ്റ കേരള കോൺഗ്രസ് എമ്മിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുക കൂടിയാണ് യാത്രയിലൂടെ ജോസ് കെ മാണിയുടെ ലക്ഷ്യം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശരിയാണ്. ശ്രീജിത്ത്, ഈ പറയുന്നതുപോലെ തന്നെയാണ് ജോസ് കെ മാണി മുന്നണി മാറാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ജാഥയുടെ ക്യാപ്റ്റനാകാനില്ല എന്ന് പറഞ്ഞിരുന്നു. മറ്റു ചില ആൾക്കാർ ജാഥ നയിക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലമൊക്കെ ഒരുക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ ചില ആഘാതങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ മുന്നണി മാറ്റ ചർച്ചകൾ വഴിമുട്ടുന്നു. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. ഒരുപക്ഷെ പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഒരുങ്ങി വരുന്ന പശ്ചാത്തലമൊക്കെ വന്നിരുന്നു. അവിടെയാണ് അണികളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, തങ്ങൾ ഇടതുമുന്നണിയുടെ കൂടെയാണെന്ന് പറയുക, വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യതയോടെ ജനത്തെ സമീപിക്കുക. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ അണികളെ വിശ്വാസത്തിലെടുക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ അത് കേവലം കേരള കോൺഗ്രസ് എം അണികളെയല്ല, തങ്ങൾ LDF-നൊപ്പം ഉണ്ട് എന്ന് അവരോട് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഏതാണ്ട് മധ്യ കേരളത്തിലെ 5ഓളം സീറ്റുകളിലാണ് ജോസ് കെ മാണി വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇടതുമുന്നണി പ്രവർത്തകരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ മുന്നണി വിടാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നതാണ്. റോഷിയാണ് പിടിച്ചു നിർത്തിയത് എന്നതടക്കം, അതുകൊണ്ട് റോഷിയെ ജയിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. അവിടെയാണ് ജോസ് കെ മാണി ഉൾപ്പെടെ ഇനി ഏതാണ്ട് ആഴ്ചകൾക്കപ്പുറം നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു ജാഥ ക്യാപ്റ്റനായി എത്തുന്നതാണെന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടാകില്ല. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഉണ്ടായേക്കില്ല, മാറ്റം വരുമെന്ന് പറഞ്ഞു. പിന്നീട് അന്ന് ചേർന്ന യോഗത്തിന് ശേഷം ഇടതുമുന്നണി വിടില്ല എന്നൊക്കെ പറഞ്ഞ ആ യോഗത്തിലാണ് ജോസ് കെ മാണി ഞാൻ ഉണ്ടാകും, ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം പാർലമെന്റിൽ വന്നാൽ അങ്ങോട്ട് പോകും, മറ്റുള്ളവരുണ്ടല്ലോ, KK ശൈലജ ടീച്ചറാണ് ജാഥയിലെ മറ്റ് CPM-ന്റെ ഏറ്റവും പ്രമുഖ മുഖമായി വരുന്നത്, അപ്പോൾ അവരൊക്കെ നയിച്ചോളൂ എന്നാണ് അന്ന് പരസ്യമായി പറഞ്ഞത്. ഇന്ന് രാവിലെ എന്തായാലും ജോസ് കെ മാണി പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ്. താൻ പൂർണ്ണ സമയം ജാഥയിൽ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി പാലയിൽ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പാർലമെന്റിൽ അങ്ങനെ പ്രവർത്തിക്കാൻ, സംസാരിക്കാൻ അധികം സമയമൊന്നും ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് താൻ ജാഥയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്ന് ജോസ് കെ മാണി പറയുകയാണ്. അത്രത്തോളം അത് ജോസ് കെ മാണിയുടെ ആവശ്യം കൂടിയാണ്. ഇപ്പോൾ പാർലമെന്റിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുക എന്നൊക്കെയുള്ളത് പ്രാധാന്യം കൂടുതലാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ അണികളെ ഓരോ ഇടത്തും പോയി അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംശയത്തോടെ നിൽക്കുന്ന ഇടതുമുന്നണി അണികളെ ഒരുപക്ഷെ ഇനിയും പ്രചരണങ്ങൾ ഉണ്ടായേക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണി പോകുമോ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രചരണം ഉണ്ടായേക്കാം. അങ്ങനെ ഒരു വിശ്വാസ്യത പ്രശ്നം അവിടെ ഉയർന്നു വന്നു എന്നുള്ളത് ജോസ് കെ മാണിക്ക് വ്യക്തിപരമായി മാത്രമല്ല, ആ പാർട്ടിക്കും ആ മുന്നണിയിൽ ആ പാർട്ടിയിലെ MLA-മാരായി നിൽക്കുന്ന നേതാക്കൾക്കുമൊക്കെ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന കടുത്ത വെല്ലുവിളി ശരിയല്ല. ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച് പോകാൻ ശ്രമിച്ച ഒരാൾക്ക് വോട്ട് ചെയ്യണോ എന്ന് ഏതെങ്കിലുമൊക്കെ ഇടതുമുന്നണി പ്രവർത്തകർ ചിന്തിച്ചാൽ, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അത് കനത്ത തിരിച്ചടിക്ക് കാരണമാകും. അവിടെയാണ് അവരെ കൂടി മനസ്സിനോടൊപ്പം ചേർത്ത് നിൽക്കുക എന്ന ലക്ഷ്യവുമായി സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ജാഥ എന്നതിനപ്പുറത്തേക്ക് മധ്യമേഖലാ ജാഥയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. എന്തായാലും ഒരു ഇടതുമുന്നണി ഈ ജോസ് കെ മാണിയുടെ ജാഥ മധ്യമേഖലാ ജാഥയാണ് ഇന്ന് ആരംഭിക്കുന്നതെങ്കിൽ കാസർഗോട്ട് നിന്ന് UDF-ന്റെ ജാഥ ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പുതുയുഗ യാത്ര എന്ന് പേരിട്ട ആ ജാഥ നയിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്ര മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. KV ബൈജു ഉണ്ട്. ബൈജു, ഈ പറഞ്ഞതുപോലെ
UDFന്റെ വലിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ. ഈ ജാഥയുടെ ഓരോ മേഖലയിലും ആവേശം കൃത്യമായി തന്നെ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? തീർച്ചയായും രഞ്ജിത്തെ, കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര ഇന്ന് വൈകിട്ട് 4 മണിക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളിൽ നിന്നും ആരംഭിക്കുന്നത്. ഏതായാലും ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിലാണ്. ഇവിടെ നേതാക്കൾ എത്തിത്തുടങ്ങി. VD സതീശൻ 11 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ജാഥ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിന് അണികളെ സജ്ജരാക്കുക എന്ന് തന്നെയാണ്. അതോടൊപ്പം CPM-നെതിരെ നിയമസഭയിലായാലും അതുപോലെ തന്നെ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം, അത്തരം കാര്യങ്ങളൊക്കെ ഈ ജാഥയിലുടനീളം ജനങ്ങളിൽ വിശദീകരിക്കും. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായ കൃത്യമായ നിലപാടുകളും ഈ ജാഥയിലുണ്ടാകും. അങ്ങനെ തെരഞ്ഞെടുപ്പിന് കൃത്യമായി ഒരുങ്ങുക എന്ന് തന്നെയാണ് ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. മാർച്ച് 6-നാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിൽ ഈ ജാഥ സമാപിക്കുന്നത്. വലിയ മഹാറാലിയോടുകൂടിയായിരിക്കും ഈ ജാഥയുടെ സമാപനം എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും KC വേണുഗോപാൽ 4 മണിയോടുകൂടി കുമ്പളയിൽ ഈ ജാഥ ഉദ്ഘാടനം ചെയ്താൽ ആദ്യ സ്വീകരണം കാസർഗോഡാണ്. നാളെയും കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പര്യടനം. ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും നാളത്തെ പരിപാടി അങ്ങനെയാണ്. നാളത്തെ സ്വീകരണ പരിപാടികൾ അങ്ങനെയാണ്. മറ്റന്നാൾ ജാഥയ്ക്ക് പര്യടനമില്ല. പിന്നീട് കണ്ണൂർ ജില്ലയിലേക്ക് ഈ ജാഥ പ്രവേശിക്കും. എന്തായാലും വലിയ തോതിൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഈ ഒരു ഉദ്ഘാടന പരിപാടി അത് വലിയ വിജയമാക്കാൻ തന്നെയാണ് ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഒരുക്കങ്ങളാണുള്ളത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന കാസർഗോഡ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരും. ഏതായാലും നേതാക്കളെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. VD സതീശൻ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയിട്ടാണുള്ളത്. 11 മണിയോടുകൂടി ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മാധ്യമപ്രവർത്തകർ കാണുക. ഏതായാലും ഈ ജാഥയിൽ എല്ലാ ദിവസവും ഈ പൗരപ്രമുഖർ മാത്രമല്ല സാധാരണക്കാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതോടൊപ്പം വാർത്താ സമ്മേളനങ്ങളും ഉണ്ടാവും. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് MP ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്ന് പുറപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെ അതിന് സമാനമായ രീതിയിൽ MP ഗോവിന്ദനും ഇത്തരത്തിൽ പൗരപ്രമുഖരെയൊക്കെ കൂടിക്കാഴ്ചയും വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു യാത്രയാണ് ഇപ്പോൾ VD സതീശൻ ഉദ്ദേശിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ജാഥകളുടെ ഒരു തുടക്കമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന വേളയിൽ കേരളത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും വാർത്തകൾ തുടരും. ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.